നമസ്കാരം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ വേദനാജനകമായ ഒരു വാർത്ത യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖകരമായ വാർത്ത പുറത്തു വരികയായിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കുമെന്ന രീതിയിലുള്ള വാർത്തയും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന സൂചന പുറത്തു വരികയാണ്. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. നിമിഷപ്രിയ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കുടുംബം നടത്തിവരുന്ന ശ്രമങ്ങൾ അറിയാമെന്നും കുടുംബത്തിന് പിന്തുണ നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനെ തുടർന്ന് പുറത്തു വന്നിരുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2017 യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ കൊല്ലപ്പെട്ടത്. ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നു. എങ്കിലും ബലം കണ്ടിരുന്നില്ല ഇതൊന്നും. ഈ അബ്ദുൽ മഹ്ദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായിട്ടും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അതും ബലവത്തായിരുന്നില്ല. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഗഡുവായി $20,000 കൂടി ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെ മോചന ശ്രമം നിലച്ച മട്ടിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ആദ്യ ഗഡുവായി $19,871 ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ 4 അഭിഭാഷകന് കൈമാറി. ആകെ $40,000 ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടത് എന്നും ഇത് 2 ഗഡുവായി നൽകണമെന്നും അഭിഭാഷകൻ പറഞ്ഞു. തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരും മാപ്പ് നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിച്ചിരുന്നു. സനായിൽ സേവ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകർ സാമുവൽ ജെറോമിന്റെ വസതിയിലാണ് പ്രേമകുമാരി ഇപ്പോഴും ഉള്ളത്. എന്തായാലും നിമിഷപ്രിയയുമായി ആശങ്കയുടെ ഒരു വാർത്തയാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പക്ഷേ കേന്ദ്രം ഇപ്പോൾ പറയുന്നു നിമിഷപ്രിയ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് അറിയിക്കുന്നത്. ഇത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായി കണക്കാക്കാം.